Hi dear students, welcome back to Safia Future Academy Word Booster Series. നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് പോളിനേഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, പോളിനേഷൻ എന്ന് പറയുന്ന പോർഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമുക്ക് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷനിലെ മെയിൻ ആയിട്ട് നടക്കുന്ന ഇവന്റ്സ് ആണ് ഗ്യാമീറ്റ് ഫോർമേഷനും ഗ്യാമെറ്റോജെനസിസും അല്ലെ. അപ്പൊ നമ്മുടെ ഗ്യാമീറ്റ് ഫോർമേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, നമുക്ക് ഗ്യാമീറ്റ്സിന്റെ ട്രാൻസ്ഫർ, ഗ്യാമീറ്റ് ഫോർമേഷൻ ആൻഡ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമീറ്റ് ഫോർമേഷൻ എന്ന് പറയും, ഗ്യാമെറ്റോജെനസിസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്ന ഇവന്റ് ആണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ നമുക്ക് പ്ലാന്റ്സിലാണെങ്കിൽ എന്ത് പറയാം, അതിനെ പോളിനേഷൻ എന്ന് പറയാം. ആനിമൽസിലാണെങ്കിൽ ഇൻസെമിനേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഈ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാമീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയാ, പോളിനേഷൻ എന്ന് പറയാം. സോ pollination is the transfer of male gamete from male reproductive part to the female reproductive part. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് pollination എന്ന് പറഞ്ഞതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് എന്ത്, നമുക്ക് മെയിൽ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഇവിടെ എന്ത് പറയാം, നമുക്ക് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഇവിടെ പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെ ട്രാൻസ്ഫർ ആണ്, പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ. എവിടുന്ന് എവിടേക്കാണ്, ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ. പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. ഇതാണ് എന്ത്, നമ്മുടെ ഒരു പിസ്റ്റിലിന്റെ സ്ട്രക്ചർ. ഇതാണ് എന്ത്, സ്റ്റിഗ്മ എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ സ്റ്റിഗ്മയിലേക്ക് ഇതാണ് നമുക്ക് എന്ത്, ആന്തർ. അപ്പൊ ഇവിടെ നോക്കുക, ഈ ആന്തറിൽ നിന്ന് എന്ത് ചെയ്യുവാണ്, മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, നേരെ ഫീമെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക്. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ, ഇത് മൂന്നേതിന്റെ പോർഷൻ ആണ്, പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ പിസ്റ്റിലിലെ ഒരു പാർട്ടാണ്. നമുക്ക് ഒരു റിസപ്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റിഗ്മ. സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താണ്, പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ to the stigma of the female reproductive part എന്നോ അല്ലെങ്കിൽ stigma of the pistil എന്നോ പറയും. അപ്പൊ നമുക്ക് ഇത് എന്താണ്, നമ്മുടെ പ്ലാന്റ്സില് റിപ്രൊഡക്ഷനിൽ നമ്മുടെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ നടക്കുന്ന ഗ്യാമെറ്റോജെനസിസ് കഴിഞ്ഞ് നെക്സ്റ്റ് നടക്കുന്ന ഇവന്റ്സ് ആണ് ഇത് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ that is called pollination. എന്താ pollination കൂടി നോക്കിക്കേ, ട്രാൻസ്ഫർ ഓഫ് pollen grains from anther to the stigma of the female reproductive part. നമുക്കറിയാം പോളിനേഷൻ പല ടൈപ്പിൽ വരും. ഏതൊക്കെയായിരിക്കും, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ആയിട്ട് വരാം. നമുക്ക് അടുത്ത് അതിന്റെ ടൈപ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും നോക്കിക്കേ, നമ്മുടെ പോളിനേഷനെ ഏജൻസിന്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യും. നമുക്ക് എന്താണ് അതിന്റെ സോഴ്സ്, ഏത് ഫ്ലവറിൽ നിന്ന് ഒരു പ്ലാന്റിന്റെ സെയിം ഫ്ലവർ തമ്മിലാണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിലാണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലാണോ, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ്. അതാണ് നമ്മൾ ബേസ്ഡ് ഓൺ ദി സോഴ്സ്, എവിടെ നിന്ന് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുവാണ്, ദി ആർ ക്ലാസിഫൈഡ് ഇൻടു ഓട്ടോഗമി. നെക്സ്റ്റ് വൺ എന്താണ്, ജെറ്റണോഗമി, then സീനോഗമി. സീനോഗമിനെ എന്നുകൂടി പറയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അലോഗമി. അലോഗമി or സീനോഗമി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഓട്ടോഗമി, ഓട്ടോ that means self അല്ലെ, ഗമി that means a fusion. So autogamy that means it is considered as the self pollination. Self pollination എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, pollen grains transfer from the male reproductive body anther to the stigma of same flower. അതേസമയം നമുക്ക് ജെറ്റണോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 different flowers of same plant. അതേസമയം സീനോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 different flowers of 2 different plants belongs to same species. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് there are based on the sources pollination എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഓട്ടോഗമി, ജെറ്റണോഗമി, സീനോഗമി അല്ലെങ്കിൽ അലോഗമി. സീനോഗമി is also known as allogamy of cross pollination. So the first one that is autogamy. So what is meant by autogamy? So it is considered as the self
pollination, or we can say is that it is the transfer of pollen grains from word to word. That is, ഈ പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ, pollen grains എവിടുന്ന് എവിടേക്കാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? anther to the stigma. ഫ്ലവർ എന്താണ്? സെയിം ഫ്ലവർ ആണ്. ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറിൽ തന്നെയാണ് എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? this type of pollination that is takes place within a same flower, within same flower of same plant. ഇങ്ങനെ നമുക്ക് എക്സാമിന് എഴുതി കഴിഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പ്ലനേഷൻ കറക്റ്റ് എഴുതണം. മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈ സെയിം ഫ്ലവറിൽ തന്നെയാണ് ഇത് നടക്കുന്നത്, പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എങ്ങനെ കൊടുക്കാം? it is the transfer, that is the transfer of എന്തിന്റെ ട്രാൻസ്ഫർ ആണ്? പോളൻ ഗ്രെയിൻസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് അല്ലെ. ഫ്രം ഏതാണ് അതിന്റെ സോഴ്സ്? ഫ്രം ദി മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? that is the anther to the എവിടേക്കാണ് പാസ് ചെയ്യുന്നത്? to the stigma. Stigma is the receptive part, isn't it? So anther to the stigma of same flower. Same flower ആണ് of same plant. ഒന്നുകൂടി നോക്കിയേ, it is the transfer of pollen grains from anther to the stigma of anther to the stigma of same flower of same plant ആണ് നമുക്ക് എന്ത് കൊടുക്കുക? ഓട്ടോഗമി, അല്ലെങ്കിൽ നമുക്ക് അതിനെ സെൽഫ് പോളിനേഷൻ. അപ്പൊ എന്തായാലും ഈ സെൽഫ് പോളിനേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ടോ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു പോളിനേറ്റിംഗ് ഏജൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ജസ്റ്റ് തന്നെ വന്നു വീണോളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഏജന്റ് ഇവിടെ എസെൻഷ്യൽ അല്ല. അപ്പൊ എക്സ്റ്റേണൽ പോളിനേറ്റിംഗ് ഏജൻസ് ആവശ്യമില്ല. നമുക്ക് എക്സ്റ്റേണൽ പോളിനേഷൻ ഏജന്റ് നോട്ട് നെസസറി. പിന്നെ വേറൊരു പ്രത്യേകത എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോജനീസ് എങ്ങനെയായിരിക്കും? പാരന്റ്സിന്റെ സെയിം കോപ്പി ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ പാരന്റ്സിന്റെ എല്ലാ ക്യാരക്ടേഴ്സ് അവർക്ക് ഉണ്ടാവും. കാരണം എന്താ? മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും എന്താണ്? ഈ ഫ്ലവർ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ എന്തായിരിക്കും? സെയിം ക്യാരക്ടേഴ്സ് ഉള്ള പ്രോജനീസ് ആയിരിക്കും കൂടുതൽ വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെൽഫ് പോളിനേഷൻ നടന്ന എന്തായിരിക്കും? പ്രോജനീസ് ഒരുവിധം എന്തായിരിക്കും? പ്രോജനീസ് ഒക്കെ ഒരുവിധം സിമിലർ ടൈപ്പ് ആയിരിക്കും. പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. സിമിലർ ടൈപ്പ് ഓഫ് പ്രോജനീസ് ആണ് ഫോം ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഇത് അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ? ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസ് ചെയ്യില്ല. കാരണം എന്താ? ഒരുപാട് ഡിസ്റ്റൻസ് പോകാനില്ല. അപ്പോ എല്ലാ പോളൻ ഗ്രെയിൻസ് എവിടെ തന്നെ വീഴും? ആ സ്റ്റിഗ്മയെ തന്നെ വീഴും. അപ്പൊ ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും ഉണ്ടാവും. ഇപ്പൊ വേരിയേഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കൂട്ടുക. കാരണം എന്താ? വേരിയേഷൻ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബെറ്റർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ സെൽഫ് പോളിനേഷന് അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഒപ്പം തന്നെ എന്തുണ്ട്? ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ആവശ്യമില്ല, ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് ഉണ്ടാവും. കാരണം എന്താ? പോളിനേഷൻസ് ഒന്നും ലോസ് ചെയ്ത് പോണില്ല. പക്ഷെ അതേസമയം ഇതിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ പ്ലാന്റ്സിന് എന്ത് കുറയും? yield കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് നമ്മൾ എന്താണ്? അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോളിനേഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സെൽഫ് പോളിനേഷൻ നടന്നാല് എന്ത് കുറയും? yield കുറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയും. ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും? ഇൻഡിവിജ്വൽസ് ഒക്കെ അലീൽസ് ഒക്കെ സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഹോമോസൈഗസ് കണ്ടീഷൻ ആണ് വരിക. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അലീൽസ് സിമിലർ ആയിരിക്കും. അപ്പൊ ഹോമോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ ഹോമോസൈഗസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈൽഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഹോമോസൈഗസ് കണ്ടീഷൻ വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോമോസൈഗസ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുന്നത്? ഈൽഡ് കുറയും. അതാണ് നമ്മുടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. പ്രൊഡക്റ്റ് ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണോ അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത് കുറയും. അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതുപോലെ തന്നെ എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ ചാൻസ് ഇല്ല? there is no chance for variation. അല്ലെങ്കിൽ ലെസ്, ഒട്ടുമില്ല എന്നല്ല പറയുന്നത്, ലെസ് ആയിരിക്കും വേരിയേഷൻ. അപ്പൊ എന്തായിരിക്കും? ഈ പ്ലാന്റ്സിന് അഡാപ്റ്റബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ വേരിയേഷൻ കുറവായിരിക്കും, ലെസ് നോ അല്ലെങ്കിൽ നമുക്ക് ലെസ് വേരിയേഷൻ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? ലെസ് അഡാപ്റ്റബിലിറ്റി ആയിരിക്കും. അഡാപ്റ്റബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അവിടെ ഡിക്രീസ്. നമുക്ക് കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് പറഞ്ഞു? ഹോമോസൈഗസ് ഇൻഡിവിജ്വൽസ് വരും, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരും. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഈൽഡ് കുറയും. ഒപ്പം തന്നെ എന്താണ്? ലെസ് അല്ലെങ്കിൽ വളരെ ലെസ് വേരിയേഷൻസ് വളരെ കുറവായിരിക്കും. വേരിയേഷൻ കുറയുന്നതനുസരിച്ച് എന്തായിരിക്കും? അവരുടെ അഡാപ്റ്റബിലിറ്റി ഡിക്രീസ് ചെയ്ത് വരും. അപ്പൊ ഇത് നമുക്ക് എന്താണ്? ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം എന്തും കൂടി ഉണ്ട്? ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോളിനേഷൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓട്ടോഗമി എന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം. നമ്മള് പ്ലാന്റ്സിൽ നമ്മൾ വരുന്ന കൂടുതൽ എന്താണ്? ഇങ്ങനെ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്ലാന്റില് ഈ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിലെ കാലിക്സ്, കൊറോള, അതിനൊക്കെ അറേഞ്ച്മെന്റിന് അനുസരിച്ചിട്ടാണ് പ്ലാന്റിൽ എന്ത് നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ നടക്കുവോ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കുവോ എന്നൊക്കെ അറിയാൻ പറ്റും. ഒപ്പം തന്നെ എന്താണ്? ചില പ്ലാന്റ്സിൽ എന്തുണ്ടാവും? സെൽഫും നടക്കാം, ക്രോസും നടക്കാം. അപ്പൊ എന്താണ്? എന്തൊക്കെ അഡാപ്റ്റേഷൻ ആണ് പ്ലാന്റ്സിൽ എന്തിനുള്ളത്? സെൽഫ് പോളിനേഷനെ എൻകറേജ് ചെയ്യും. പ്ലാന്റിന് എന്താണ്? ഇപ്പൊ സെൽഫ് പോളിനേഷൻ ആണ് എൻകറേജ് ചെയ്യാൻ പറ്റുന്നത്, സെൽഫ് പോളിനേഷൻ ആണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിലെ കുറെ ക്യാരക്ടേഴ്സ്, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് അഡാപ്റ്റബിൾ ക്യാരക്ടേഴ്സ് ആ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവർ ഡെവലപ്പ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ കുറച്ച് അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്തിനുള്ള അഡാപ്റ്റേഷൻ ആണ്? സെൽഫ് പോളിനേഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് അഡാപ്റ്റേഷൻസ്. അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള പേര് തന്നെയാണ്, ബൈസെക്ഷുവൽ ഫ്ലവർ. എന്തായിരിക്കും ബൈസെക്ഷുവൽ എന്ന് പറഞ്ഞാൽ? ബൈ ദാറ്റ് മീൻസ് ടു അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും എവിടെ വരും? ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ത്? ആൻഡ്രേഷ്യം അല്ലെ? അപ്പൊ ആൻഡ്രേഷ്യം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ പേര് എന്താണ്? ഗൈനേഷ്യം അല്ലെ? അപ്പൊ ഈ ഗൈനേഷ്യവും ആൻഡ്രേഷ്യം എവിടെ വരും? ഒരു സെയിം ഫ്ലവറിൽ വരുന്ന കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈസെക്ഷുവൽ. ഇപ്പൊ നമ്മള് ഹിബിസ്കസിന്റെ ഫ്ലവർ, അതൊക്കെ നമുക്ക് എന്താണ്? ബൈസെക്ഷുവൽ. പീയുടെ ഫ്ലവർ ഒക്കെ നമുക്ക് എന്താണ്? ബൈസെക്ഷുവൽ കണ്ടീഷൻ. അപ്പൊ ബൈസെക്ഷുവൽ വന്നു കഴിഞ്ഞാൽ എന്താ? ആൻഡ്രേഷ്യം ഉണ്ട്, ഗൈനേഷ്യം അതിലുണ്ട്. അപ്പൊ എന്തിനുള്ള ചാൻസ് കൂടും? സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കൂടും. വേറൊരു അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ ആന്തറും സ്റ്റിഗ്മയും സെയിം ടൈമിൽ മെച്യൂർ ചെയ്യും. സെയിം ടൈമിൽ മെച്യൂർ ചെയ്യുമ്പോൾ എന്താണ്? പോളൻ ഗ്രെയിൻസ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പൊ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീഴും. അപ്പൊ നമുക്ക് എന്താണ്? നെക്സ്റ്റ് അഡാപ്റ്റേഷൻ ആണ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്യൂർ അറ്റ് സെയിം ടൈം. ഒരേ ടൈമിൽ തന്നെ മെച്യൂർ ചെയ്യും. അപ്പോഴെന്തിനുള്ള ചാൻസ് കൂടുതലാണ്? സെൽഫ് പോളിനേഷനുള്ള ചാൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത അഡാപ്റ്റേഷൻ ആണ് ആന്തറും സ്റ്റിഗ്മയും എന്താണ്? ജസ്റ്റ് ക്ലോസ് ടു വൺ ആണ്. രണ്ടും അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും നടക്കണ്ടാവുക? അപ്പോഴും സെൽഫ് പോളിനേഷനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നോക്കിക്ക് ഇവിടെ ആന്തറും സ്റ്റിഗ്മയും സെയിം ടൈമിൽ മെച്യൂർ ചെയ്യാം. ആന്തർ ആൻഡ് സ്റ്റിഗ്മ എന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. ഒരു ഫ്ലവറിൽ ആന്തറും സ്റ്റിഗ്മയും ഭയങ്കര അഡ്ജസന്റ് ആയിട്ടിരിക്കും. ആന്തർ ആൻഡ് സ്റ്റിഗ്മ adjacent to each other, അല്ലെങ്കിൽ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്?
നമുക്ക് അടുത്ത അഡാപ്റ്റേഷൻ ബൈസെക്ഷൽ വന്നാലും ആന്തറസ് സ്റ്റിഗ്മയും സെയിം ടൈമിൽ മെച്ചൂർ ചെയ്താലും ആന്തറസ് സ്റ്റിഗ്മയും ക്ലോസ് ടു ഈച്ച് അതർ ആയാലും എന്ത് നടക്കും? സെൽഫ് പോളിനേഷൻ നടക്കും. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ചില പ്ലാന്റ്സിൽ ഫ്ലവർ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവില്ല. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ എന്താണ്, ഒരു ബഡ് പോലെ തന്നെ നിൽക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? പോളൻ ഗ്രെയിൻസിന് ഡിസ്പേഴ്സ് ചെയ്താൽ എവിടേക്ക് പോകാൻ പറ്റില്ല? ഫ്ലവറിന്റെ പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്തിനുള്ള ചാൻസേ ഉള്ളൂ? ആ സെയിം ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ തന്നെ വീഴും. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് നമ്മള് ക്ലെസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്ന് പറയും. ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ. ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഫ്ലവർ നെവർ ഓപ്പൺ കംപ്ലീറ്റ്ലി. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഇപ്പൊ നമ്മള് പീ പ്ലാന്റ്സ് അതിന്റെയൊക്കെ ഫ്ലവർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഫുള്ളി ഓപ്പൺ ആവില്ല. കാരണം എന്താ? അതിന്റെ സ്റ്റാൻഡേർഡ് പെറ്റൽ മാത്രം നന്നായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. അതേസമയം വിങ്ങും കീലും ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കും. അപ്പൊ എന്താണ്? പോളൻ ഗ്രെയിൻസ് മെച്ചൂർ ആയി ഡിസ്പേഴ്സ് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലവറിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മള് ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ കൊമലീന എന്ന് പറയുന്ന ഒരു പ്ലാന്റില്, അതുപോലെ തന്നെ നമ്മുടെ പീ പ്ലാന്റ്സിൽ ഒക്കെ എന്ത് ഫ്ലവേഴ്സ് ഉണ്ട്? ഇവിടെ നമുക്ക് ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അതുപോലെ ഓക്സാലിസ്, വയോള, അങ്ങനെയുള്ള പല വെറൈറ്റീസിലും എന്തുണ്ട്? നമുക്ക് ക്ലിസ്റ്റോഗ്യാമസ് കണ്ടാ. ഇതാണ് ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ ആണ്. ഇത് ബഡ് പോലെ തോന്നുന്നുള്ളൂ. ആക്ച്വലി എന്താണ് അത് ഫ്ലവർ തന്നെയാണ്. പക്ഷെ എന്താണ്? ഇത് ഫുള്ളി ഓപ്പൺ ആവില്ല. അപ്പൊ ഇങ്ങനെ ബഡ് പോലെ നിൽക്കുമ്പോ എന്തിനുള്ള ചാൻസ് ഇല്ല? നമുക്ക് ക്രോസിനുള്ള ചാൻസ് ഇല്ല. ഇതൊക്കെ കേട്ടോ, ഇതെന്താണ്? ആന്തറസ് സ്റ്റിഗ്മ നോക്കിക്ക് ഭയങ്കര ക്ലോസ് ടു കണ്ടതാണ്. അപ്പൊ എന്തിനുള്ള ചാൻസ് കൂടും? സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കൂടും. ഇതും എന്ത് തന്നെയാണ്? ബൈസെക്ഷൽ ആണ്. കാരണം ഇത് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ഇത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാല് എന്ത് ചെയ്യാം? നമുക്ക് സെൽഫ് പോൾ പ്ലാന്റ്സിലെ സെൽഫ് പോളിനേഷൻ നടക്കും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി നോക്കാം. ഫ്ലവർ എന്ത് കണ്ടീഷൻ ആണ്? ബൈസെക്ഷൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആന്തറസ് സ്റ്റിഗ്മയും സെയിം ടൈമിൽ മെച്ചൂർ ചെയ്യും. ഒരു സിൻക്രോണൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് മെച്ചൂർ ചെയ്ത് എന്ത് ചെയ്യാം? പോളൻ ഗ്രെയിൻസിന് ഈസി ആയിട്ട് ആ സ്റ്റിഗ്മയിൽ വന്ന് വീഴാം. അതേപോലെ തന്നെ എന്താണ്? ആന്തറസ് സ്റ്റിഗ്മ ഭയങ്കര അഡ്ജസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴെന്തെല്ലാം ചാൻസ് ഉണ്ട്? പെട്ടെന്ന് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ ഒരിക്കലും ഫുള്ളി ഓപ്പൺ ചെയ്യില്ല. അപ്പോഴും എന്ത് നടക്കാം? സെൽഫ് പോളിനേഷൻ നടക്കാം. ഇതൊക്കെ സെൽഫ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോളിനേഷൻ ആണ് ഇത്. ഓട്ടോഗമി. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഇത് അതിനുള്ള അഡാപ്റ്റേഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? അടുത്ത പോളിനേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് പോളിനേഷൻ ആണ് ഏതായിരിക്കും? നമുക്ക് ജെയ്റ്റോണോഗമി എന്ന് പറയും. ജെയ്റ്റോണോഗമി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? നമ്മുടെ സെൽഫും അല്ല, സെൽഫിനും ക്രോസിനും രണ്ടിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു പോളിനേഷൻ ആണ് ഇത് ജെയ്റ്റോണോഗമി എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, പോളൻ ഗ്രെയിൻസ് എവിടുന്ന് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന? രണ്ട് ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ്. പക്ഷെ എന്താണ്? പ്ലാന്റ് ഇവിടെ സെയിം ആണ്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് another flower of a same plant. അതിനെയാണ് എന്ത് കൊടുക്കുക? നമുക്ക് ജെയ്റ്റോണോഗമി. ജെയ്റ്റോണോഗമി എന്ന് പറഞ്ഞാൽ that is the transfer of pollen grains. എവിടുന്നാണ് pollen grains വരുന്നത്? From the anther. From the anther of a flower. എവിടേക്കാണ് പാസ് ചെയ്യുന്നത് നോക്കിക്കേ? a stigma to the stigma of another flower of same plant. അല്ലെ, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഓർത്ത് വെക്കാം? the pollination that is takes place between ഏതൊക്കെ തമ്മിലാണ്? between two different flowers of same plant. ഇങ്ങനെയും പറയാം അല്ലെ. നമുക്ക് മനസ്സിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ്. that is pollination that is takes place between two different flowers. കണ്ടോ? ഇതൊരു ഫ്ലവർ ആണ്, this one is the next flower. two different flowers of same plant ആണെങ്കിൽ എന്താണ്? ജെയ്റ്റോണോഗമി. അപ്പൊ ഇതിനെ നമുക്ക് ഈ ജെയ്റ്റോണോഗമിക്ക് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിന് വരും. എന്താണെന്നറിയോ? ജെയ്റ്റോണോഗമി നമ്മുടെ ജനറ്റിക്കലി
ജൈറ്റുണോഗമിന് എന്താ പറയുന്നത്? ജനറ്റിക്കലി ഇതെന്താണ്? സെൽഫ് പോളിനേഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കും ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്? ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ദിസ് ടേക്സ് പ്ലേസ് വിത്തിൻ സെയിം പ്ലാന്റ്. അപ്പോ ജീൻസിൽ അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തില്ല? ദർ ഈസ് നോ ഡിഫറൻസ്. അപ്പൊ സെൽഫ് പോളിനേഷൻ എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് പോളിനേഷൻ ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് വിത്തിൻ സെയിം പ്ലാന്റ് ആണ് അല്ലെ? സെയിം പ്ലാന്റ് ആണ്, പക്ഷെ രണ്ട് ഫ്ലവർ ആണെന്നുള്ളൂ. അപ്പൊ എന്താണ്? ഒരു പ്ലാന്റിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. കാരണം എന്താ? ദിസ് ടേക്സ് പ്ലേസ് വിത്തിൻ സെയിം പ്ലാന്റ്. വിത്തിൻ സെയിം പ്ലാന്റ് ആയതുകൊണ്ട് എന്തുണ്ടാവില്ല? there is no genetic variation. അതായത് പ്രോജനീസ് ഒക്കെ എന്തായിരിക്കും? ജനറ്റിക്കലി ഏകദേശം സെയിം ആയിരിക്കും. അതേസമയം ഇതെന്താണ്? നെക്സ്റ്റ് ഇതിന് പറയുന്നത് എന്താണ്? ഇത് ഫങ്ഷണലി ഇതെന്താണ്? ക്രോസ് പോളിനേഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഏജന്റ് വേണം. പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിൽ നിന്ന്, ഈ ഫസ്റ്റ് ഫ്ലവറിൽ നിന്ന് സെക്കൻഡ് ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിൻഡോ, വാട്ടറോ അതുപോലെ ഇൻസെക്ട്സോ ബേർഡ്സോ ഏതെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഈ പോളിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും എന്ത് വേണം? അല്ലെങ്കിൽ പ്ലാന്റ്സിന് എപ്പോഴും എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഏജന്റ് എസെൻഷ്യൽ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് റിക്വയർ an external agent. എക്സ്റ്റേണൽ എന്ത് ഏജന്റ് ആണ്? പോളിനേറ്റിംഗ് ഏജന്റ്. require an external pollinating agents. ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ, ജൈറ്റോണോഗമി. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ട് നോക്കുക. ജൈറ്റോണോഗമി ഈസ് genetically self pollination but functionally cross pollination. Explain the statement എന്ന് പറയാം. അപ്പൊ എന്താ കൊടുക്കുക? what is meant by jaitonogamy എന്ന് കൊടുക്കുക. then after that why it is genetically self എന്ന് കൊടുക്കുക. എന്താ കാരണം? because it is takes place within the same plant, so there is no genetic variation, but it require external agent, so it is functionally cross pollination. okay, അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ജൈറ്റോണോഗമി. ഇനി നമുക്ക് ഒരു എണ്ണം കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നു? നെക്സ്റ്റ് വരുന്നതാണ് സീനോഗമി. സീനോഗമിനെ പറയുന്ന വേറൊരു പേര് എന്തായിരുന്നു? അലോഗമി. അല്ലെങ്കിൽ ആക്ച്വലി ഇവരാണ് ശരിക്കും എന്ത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും ക്രോസ് പോളിനേഷൻ എന്ന് പറയാൻ കാരണം? ബിക്കോസ് അതിനെന്ത് വേണം? നോക്കി ഇവിടെ നമുക്ക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലാണ് ഇത് നടക്കുന്നത്, പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാം? പോളിനേഷൻ ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ two different flowers. Two different flowers of two different plants. പക്ഷേ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പ്ലാന്റ്സ് എന്തായിരിക്കണം? that is belongs to a same species. അപ്പോൾ നമുക്കൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ത് കൊടുക്കാം? it is the പോളിനേഷന്റെ എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കാം. that is the transfer of pollen grains. എവിടുന്നാണ്? from the anther of a flower. Next എവിടേക്കാണ്? to the stigma of another flower of plant. എങ്ങനെയായിരിക്കും? another plant അല്ലേ? another flower of another plant. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തായിരിക്കണം? belongs to a same species. belongs to സെയിം സ്പീഷീസ്. ഈ വേർഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെയിം സ്പീഷീസ് ആണെങ്കിൽ മാത്രമാണ് അവിടെ പോളിനേഷൻ ഒക്കെ നടക്കും. പക്ഷെ എന്തുണ്ടാവില്ല? ഫെർട്ടൈൽ പ്രോജനീസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? അലോഗമി അല്ലെങ്കിൽ സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ. അപ്പൊ നോക്കുക, ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ. കേട്ടോ, ഇത് ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇത് നമ്മുടെ ഓട്ടോഗമി ആണ്. ഇതാണെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോ പഠിച്ചതിനെ ഒന്നുകൂടി റീകോൾ ചെയ്യുക. ഇത് ഓട്ടോഗമി, then ഇത് ജൈറ്റോണോഗമി. അതേസമയം ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? this is called സീനോഗമി. അപ്പൊ ഇതാണ് നമ്മുടെ 3 types of pollination. അപ്പൊ പ്ലാന്റ്സിന് എപ്പോഴും എന്തായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക? കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ക്രോസ് പോളിനേഷനെയാണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുക. അപ്പൊ ക്രോസ് പോളിനേഷനെ പ്രിഫർ ചെയ്യണമെങ്കിൽ പ്ലാന്റ്സിന് എന്തുണ്ടാവും? അതിനുള്ള കുറച്ച് അഡാപ്റ്റേഷൻസ് വരും. ആ അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? that is called
ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയും. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. അപ്പൊ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നതായിരിക്കും പ്ലാന്റ്സിന് സെൽഫ് പോളിനേഷൻ എന്ത് ചെയ്യണം, ഡിസ്കറേജ് ചെയ്യണം. ക്രോസ് പോളിനേഷൻ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതിനുള്ള എന്തൊക്കെ ഡിവൈസ് പ്ലാന്റ്സിൽ ഉണ്ടോ അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. അപ്പൊ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്തിനാണ്, സെൽഫിനെ ഡിസ്കറേജ് ചെയ്യാനും ക്രോസിനെ എൻകറേജ് ചെയ്യാനും. നിങ്ങൾ പഠിച്ചിട്ടുള്ള വേർഡ് തന്നെയാണ് യൂണിസെക്ഷൽ. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവർ ഉണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെപ്പറേറ്റ്. ഈ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ പ്രസൻസ്. ഒരു ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ്. ഇനി നമ്മുടെ ഡയേഷ്യസ് പ്ലാന്റ്. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമുക്ക് സെപ്പറേറ്റ് മെയിൽ പ്ലാന്റ് ഉണ്ടാവാം. മെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മെയിൽ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റിനെ മെയിൽ പ്ലാന്റ് എന്നും ഫീമെയിൽ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റിന് എന്ത് കൊടുക്കാം, ഫീമെയിൽ പ്ലാന്റ്. അപ്പൊ യൂണിസെക്ഷൽ കണ്ടീഷൻ നമുക്ക് ഡയേഷ്യസ് പ്ലാന്റ്. അതേപോലെ തന്നെ നമുക്ക് പോളൻ ഗ്രെയിൻസും ആന്തറും പക്ഷെ എന്ത് ചെയ്യും, പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും, പക്ഷെ എന്താണ് നമ്മുടെ സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യില്ല. കാരണം എന്താ, അവിടെ ഒരു സിൻക്രണൈസേഷൻ ഇല്ല. സിൻക്രണൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ രണ്ടുപേരും ചിലപ്പോ ഡിഫറെന്റ് ടൈംസിൽ മെച്ചൂർ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിഗ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിൻക്രണൈസ്. സിൻക്രണൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, അത് വേണമെങ്കിൽ ഡിഫറെന്റ് ടൈമിലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഒരു റീസൺ പറയാം. അപ്പൊ അത് തമ്മിലൊരു സിൻക്രണൈസേഷൻ ഇല്ല എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണ്, ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് പൊസിഷനിൽ വരും. ഇതിനൊരു പേര് നമ്മൾ പറയും ഹെട്രോസ്റ്റൈലി എന്ന് പറയും. പേര് പഠിക്കേണ്ട നിർബന്ധമില്ല, എക്സ്പ്ലനേഷൻ പറഞ്ഞാലും മതി. ആന്തർ ആൻഡ് സ്റ്റിഗ്മ എന്ത് ചെയ്യുവാണ്, ഡിഫറെന്റ് പൊസിഷനിൽ വരും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, നമ്മുടെ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. എങ്ങാനും പോളൻ ഗ്രെയിൻസ് വന്ന് വീണാലും എന്ത് ചെയ്തില്ല, പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യില്ല. പോളൻ ഗ്രെയിൻസ് അൺഏബിൾ ടു ജെർമിനേറ്റ്. എവിടെയാണ്, സ്റ്റിഗ്മയിൽ വന്ന് വീണാലും എന്ത് ചെയ്യില്ല, ജെർമിനേറ്റ് ചെയ്യില്ല. പോളൻ ഗ്രെയിൻസ് unable to germinate on the stigma. അതാണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ചാസ്മോഗ്യാമസ്. ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഫ്ലവർ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ, കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ ആണ്. എന്താണ്, എപ്പോഴും ക്രോസിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ഒക്കെ എന്തിനാണ് എൻഹാൻസ് ചെയ്യുന്നത്, നമ്മുടെ ക്രോസ് പോളിനേഷനുള്ള അഡാപ്റ്റേഷൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെയിം എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കുക. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ള അഡാപ്റ്റേഷൻ ആണ്, നമുക്ക് ക്രോസ് പോളിനേഷനുള്ള അഡാപ്റ്റേഷൻസ് ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യുക, സെൽഫിനെ എന്ത് ചെയ്യുവാണ്, ഡിസ്കറേജ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ ഒന്നുകൂടി നോക്കാം, യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് മെയിൽ ഫ്ലവർ, സെപ്പറേറ്റ് ഫീമെയിൽ ഫ്ലവർ. അപ്പൊ അതാണ് ഒരു ഫ്ലവറിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, മെയിലും ഫീമെയിലും കൂടി ഒരുമിച്ച് വരില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കുർബിറ്റ അതിലൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമുക്ക് സെപ്പറേറ്റ് മെയിൽ പ്ലാന്റ് ഉണ്ടാവും, സെപ്പറേറ്റ് ഫീമെയിൽ പ്ലാന്റ്. നമ്മൾ ഡേറ്റ് പാമില് അങ്ങനെ ഡേറ്റ് പാം, അതുപോലെ നമ്മൾ ജാതിക്ക, മിറിസ്റ്റിക്കയിലൊക്കെ എങ്ങനെയാണ്, പപ്പായ, ഇതിലൊക്കെ എന്താണ് നമുക്ക് ഡയേഷ്യസ് കണ്ടീഷൻ ആണ്. ഡയേഷ്യസ് കണ്ടീഷൻ കാണിക്കുന്നതാണ് നമ്മുടെ പപ്പായ, അതുപോലെ ഡേറ്റ് പാം. അതിലൊക്കെ എന്താണ് ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കൂ. നെക്സ്റ്റ് എന്താണ്, ഇവർ തമ്മിലൊരു സിൻക്രണൈസേഷൻ ഇല്ല. സിൻക്രണൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞത് അർത്ഥം രണ്ടും ആന്തർ മെച്ചൂർ ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടതില്ല, സ്റ്റിഗ്മ റെഡി ആവുന്നു. അപ്പൊ അങ്ങനെ വന്നാലും പോളൻ ഗ്രെയിൻസ് വന്നാലും പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് അഡാപ്റ്റേഷൻ ആണ് എന്ത്, ആന്തറും സ്റ്റിഗ്മ ഡിഫറെന്റ് പൊസിഷൻ. എന്റെ പേര് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഏതാണ്, ഹെട്രോസ്റ്റൈലി. ഹെട്രോസ്റ്റൈലി നമുക്ക് മെച്ചൂർ ചെയ്യുന്ന ഡിഫറെന്റ് ടൈംസിൽ മെച്ചൂർ ചെയ്യുന്നതാണെങ്കിൽ അതിന് വേറൊരു പേരും കൂടി കൊടുക്കാം, നമുക്ക് ഡൈക്കോഗമി എന്ന് പറയും. ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്ചൂർ ആയിട്ട് ഡിഫറെന്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫ്ലവർ ഫുള്ളി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്ലവർ. അങ്ങനെ വന്നാൽ എന്ത് നടക്കും, നമുക്ക് ഇവിടെ ക്രോസ് പോളിനേഷൻ നടക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു, പർട്ടിസിപ്പന്റ് ബൈ പോളിനേഷൻ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ദെൻ അഡാപ്റ്റേഷൻ ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു.